ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരട്ടയിൽ എങ്ങനെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് നല്ല സോഫ്റ്റായിട്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വറുത്ത അരിപ്പൊടി, ഉപ്പ്, അതുപോലെ തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നല്ല ചെറു ചൂടോടുകൂടി. അപ്പോൾ അത് നന്നായിട്ട് മയം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കേണ്ട തേങ്ങയും ജീരകവും സ്വല്പം പഞ്ചസാരയും, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്വല്പം പഞ്ചസാരയും അതിനോട് ചേർത്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ചിരട്ട നമ്മൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് എല്ലാ ചിരട്ടകളും നമുക്ക് വേണ്ട ചിരട്ട ഇച്ചിരി മുഴുത്ത ചിരട്ട നോക്കി എടുക്കുക. അത് നന്നായിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് പൊട്ടിക്കാമെങ്കിൽ, അതായത് ഒരു 3/4 സൈഡിൽ വെച്ച് പൊട്ടിക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതായത് 3 ആയിട്ടാണെങ്കിൽ 1/3 മുകളിൽ വെച്ച്, അല്ലെങ്കിൽ ഇച്ചിരി മുമ്പോട്ടിട്ട് പൊട്ടിച്ച് എഡ്ജ് തമ്മിൽ ചേരാകുന്ന വിധത്തിൽ വേണം നമ്മൾ ചിരട്ട പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് തമ്മിൽ ചേർക്കാവുന്ന വിധത്തിലായിരിക്കണം. എന്നിട്ട് അതിൻ്റെ ആ 3 തുളയുള്ളിടത്ത് നമ്മൾ ഒരു കണ്ണിൻ്റെ ആ സ്ഥലത്ത് ഒരെണ്ണത്തിൽ ഒരു തുള വലുതാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചിരട്ട ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനത് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പറയുവാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പം നന്നായിട്ട് സാധാരണ തന്നെ നമ്മൾ പുട്ടിനുണ്ടാക്കണ പോലെ തന്നെ മയത്തിൽ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ്, നമ്മൾ കയ്യിലൊരു ചെറിയ ഉണ്ട ഇട്ടുമ്പോൾ അത് പൊടിഞ്ഞ് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് നമ്മൾ സോഫ്റ്റായിട്ട് കുറച്ച് നേരം എടുക്കും പുട്ടിൻ്റെ പൊടി ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിരട്ടയുടെ കാര്യം പറഞ്ഞ് ചിരട്ട എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരുവിധം മുഴുത്ത ചിരട്ട തന്നെ ആ കണ്ണിയിൽ തുളച്ചിട്ട്, അപ്പോൾ നമുക്ക് ആ ചിരട്ട എടുക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിരട്ടയ്ക്കകത്ത് ഒത്തിരി മിനറൽസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത്. ഞാൻ സ്വല്പം പാലൂടെ ആഡ് ചെയ്യും അവസാനം ഭാഗത്ത് നമ്മൾ ഇത് പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കുമ്പം, കാരണം ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാം പാൽ ചേർക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇട്ട് തിരുമ്മി ഉണ്ടാക്കുക. ഞാനവിടെ ജീരകവും അതുപോലെ തന്നെ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. പച്ചത്തേങ്ങയാണ് എടുക്കുന്നത്. പുട്ടിന് എടുക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ചിരട്ട ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു 2/3 ഭാഗം എടുക്കാനാണ് നോക്കിയത്. പക്ഷേ എനിക്കൊരു ഇച്ചിരി കൂടി മുകളിലോട്ടായിട്ട് കിട്ടിയുള്ളൂ. എങ്കിലും എഡ്ജ് തമ്മിൽ ചേരുന്ന വിധത്തിലാക്കി തന്നെ ചിരണ്ടി എടുത്തു. ഇതിന് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്, നല്ല ടേസ്റ്റും ഉണ്ട്. അത് നമ്മുടെ ചിരട്ടയുടെ ഇതായിരിക്കാം. എല്ലാവരും പറയുന്നുണ്ടല്ലോ നാട്ടിൽ ചെപ്പിനി തൊട്ടൊക്കെ ചിരട്ടത്തവിയൊക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, എങ്കിലും ഇതിപ്പോൾ ചെയ്തത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഇപ്പോഴാണ്. ഒത്തിരി ഒന്നും ഇതിൻ്റെ പെട്ടെന്നുള്ള ടൈമിലെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് വാരി അതിനകത്ത് താഴെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ വെക്കുക. മുകളിലും അതുപോലെ തന്നെ വെക്കുക. അതുപോലെ കുറച്ച് പറ്റുന്നിടത്തോളം മുകളിലോട്ട് കയറ്റി വെക്കുക. അതായത് മുകളിൽ empty ആയിട്ടുള്ള ചിരട്ടയല്ല വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് പിടിച്ച് കണ്ണ് താഴെ ഞാൻ തുളയിട്ടിട്ടുണ്ട്. അത് നമുക്ക് കയ്യിലുള്ള നമ്മുടെ ഈ എന്തെങ്കിലും തുളയ്ക്കാൻ പറ്റുന്ന സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനമോ എന്തെങ്കിലും തുളയ്ക്കാൻ പറ്റുന്ന ഒരു ഇച്ചിരി ഷാർപ്പായിട്ടുള്ള സാധനം ഇട്ട് തുളച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ സാധാരണ കുക്കറിനകത്ത് വെള്ളം വെച്ച് ആ കുക്കറിൻ്റെ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി, ഇച്ചിരി പാടായിരിക്കും കയറ്റാനായിട്ട്. അത് ഇച്ചിരി മുഴുപ്പിൽ ചെയ്തിട്ട് അതിനനുസരിച്ച് ആവി ഒത്തിരി സ്പീഡിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടാണ്. അതിപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അത് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് ഒരു ചെറിയ പൊസിഷനിലാക്കി വെക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ ആവി വരുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു ഇതുണ്ടാവും, ആവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. അത് കുറച്ച് എല്ലായിടത്തും ചുറ്റിനും കുറച്ച് ആവി വന്നു കഴിയുമ്പോൾ നമുക്കത് വാങ്ങാവുന്നതാണ്. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് ഞാൻ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ആവി കുറച്ച് വെച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഞാൻ നല്ലോണം ആവി ഇട്ടാണ് അത് അറിയാതെ എടുത്തത്. അപ്പോൾ നല്ല ആവി പാറുന്നുണ്ട്. ഇത് ഇത്രയും നല്ല ആവിയിൽ ഈ ചിരട്ടയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. കണ്ടോ ചിരട്ട ഇരിക്കുന്നുണ്ടോ? അപ്പം അത് ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കിയില്ല, 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ അതിന് സമയം ഇച്ചിരി എടുക്കും. അപ്പോൾ അത് ടേസ്റ്റും സമയമുള്ളവർക്ക് അതൊന്നുകൂടി ചെയ്യാമെന്ന് കാണിച്ചാണ്. അതുപോലെ നമ്മുടെ സാധാ ചിരട്ടയിലും നമുക്ക് ആകൃതി ഇച്ചിരി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുറ്റിക്കകത്തും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും, നല്ല രീതിയിലും. അതുപോലെ പല രൂപത്തിൽ പിള്ളേരെയൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ ഇത്തവണ പുട്ടുണ്ടാക്കിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു വെരി മച്ച്.